കാറ്റിൽ അതിസാഹസികമായി രക്ഷപ്പെടുന്ന കുഞ്ഞുകിളി. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? വരൂ, കഥയിലേക്ക് പോകാം. ബോരടിക്കുന്നല്ലോ പാണ്ഡു. അതെ അതെ, സാറയൊക്കെ എവിടെ പോയി? ജാര ഇപ്പോൾ അരുവിയല്ലേ, ആ അരുവിയുടെ അടുത്താണ് താമസം. അവിടെ ഷാരയുടെ മറ്റു കൂട്ടുകാരുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, അങ്ങനെയാണോ? അതെ പാണ്ഡു. ശരി, എന്നാൽ നമുക്ക് രണ്ടാൾക്കും കൂടി കളിക്കാം. എന്ത് കളിക്കാം? തക്ക സമയം ഡിങ്കൻ എത്തുന്നു. ആഹാ, ഇതാര്? ഡിങ്കനോ? ഞങ്ങൾ ബോരടിച്ച് ഇരിക്കുവായിരുന്നു. കറക്റ്റ് സമയത്ത് ഡിങ്കൻ എത്തിയല്ലോ. അതാണ് ഡിങ്കൻ. ഡിങ്ക, എന്തെങ്കിലും ഒരു ഐഡിയ പറ, നമുക്ക് കളിക്കാം. അതെ, ഒരു ഐഡിയ പറ ഡിങ്ക. വല്ലാതെ ബോരടിക്കുന്നു. എങ്കിൽ നമുക്ക് കണ്ണുപൊത്തി കളിച്ചാലോ? അത് കൊള്ളാമല്ലോ ഡിങ്ക. ഓക്കെ, എങ്കിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ അവർ കണ്ണുപൊത്തി കളിക്കാൻ തീരുമാനിക്കുന്നു. 1 2 3, ഞാൻ വരുന്നു. ഞാൻ ഈ മരത്തടിയുടെ പിന്നിൽ ഒളിക്കാം. അപ്പൊ പിന്നെ കണ്ടുപിടിക്കില്ലല്ലോ. ഞാൻ ഈ പാറയുടെ പിന്നിൽ ഒളിക്കാം. ഇവരെങ്ങോട്ട് പോയി? 20 minutes later. കുഞ്ഞിക്കിളിയല്ലേ? ഈ മരത്തടിയുടെ പിന്നിൽ കാണും. കണ്ടുപിടിച്ചേ. ഷോ, എടാ ഡിങ്ക, നിന്നെയും കണ്ടുപിടിച്ചേ. നീ ഇത്ര വേഗം കണ്ടുപിടിച്ചല്ലോ പാണ്ഡു. ഓ, വലിയ കണ്ടുപിടുത്തം. ഇവനാര്? ബൾബ് കണ്ടുപിടിച്ച എഡിസണോ? ഓ, ഞാൻ വേഗം കണ്ടുപിടിച്ചതിൽ നിനക്ക് അസൂയാണ് ഡിങ്ക. എന്ത് അസൂയ? നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇടക്കണ്ണിട്ട് നോക്കിക്കാണും. ഒന്ന് പോടാ. നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടല്ലേ. എങ്കിൽ നീ നിന്റെ മിടുക്ക് കാണിക്ക് ഡിങ്ക. ഇപ്പോൾ നീ കണ്ണുപൊത്ത്, ഞങ്ങൾ ഒളിക്കാം. കണ്ടുപിടിക്ക്. എന്തു പറയുന്നു കുഞ്ചക്കിളി? ഓക്കെ. പെട്ടെന്ന് കാട്ടിൽ ഒരു ശക്തമായ കാറ്റടിക്കുകയും ഇലകളും ചെടികളും എല്ലാം പറക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈശ്വര, ഇതെന്താ ഇങ്ങനെ കാറ്റടിക്കുന്നേ? അല്ല, നമ്മുടെ കുഞ്ഞിക്കിളി എവിടെ? അത് ശരിയാണല്ലോ, അവൾ എവിടെ? ഈ കാറ്റിൽ പറന്നുപോയി അപ്പുറത്തെ കാട്ടിൽ എത്തിക്കാണുമോ എന്തോ. വെറുതെ പേടിപ്പിക്കല്ലേ പാണ്ഡു. അങ്ങനെ കാണാതായ കുഞ്ഞിക്കിളിയെ തേടി അവർ മുന്നോട്ട് നടക്കുന്നു. നീ ഈ ഭാഗത്തേക്ക് പൊയ്ക്കോ, ഞാൻ മുന്നിൽ പോയി നോക്കാം. ശരി. കുഞ്ഞിക്കിളി, നീ എവിടെയാ? ഇങ്ങോട്ട് നോക്ക് ഡിങ്ക, ഞാൻ ഇവിടെ ഉണ്ട്. ഹമ്പടി കള്ളി. അങ്ങനെ ഒരു വലിയ മരപ്പൊത്തിൽ ഡിങ്കൻ കുഞ്ഞിക്കിളിയെ കാണുന്നു. നീ ആളെ പേടിപ്പിച്ചല്ലോ കുഞ്ഞിക്കിളി, ഞങ്ങൾ ആകെ ഭയന്നുപോയി. ഞാൻ വിചാരിച്ചു ഈ കാറ്റിൽ രണ്ടാളും പരഞ്ഞു പോയി കാണുമെന്ന്. രൂപത്തിൽ വലിയ ആളായതുകൊണ്ട് നീ പിടിച്ചു നിന്ന് കാണും അല്ലേ? എന്റെ ബുദ്ധിയും മിടുക്കും കാരണം ഞാൻ ഈ മരപ്പൊത്തിൽ ഒളിച്ചു. നിന്റെ ബുദ്ധിയും എടുക്കും ഞങ്ങൾക്ക് പണ്ടേ അറിയാമല്ലോ.